കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. കുടിവെള്ളം, വന്യമൃഗശല്യം, റോഡ് വികസനം, വൈദ്യുതി പ്രശ്നങ്ങൾ തുടങ്ങിയവ ചർച്ചാ വിഷയങ്ങളായി. MLA ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം MLA ഷിബു തെക്കുംപുറത്തിന്റെ അധ്യക്ഷതയിൽ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. താലൂക്കിലെ വിവിധ വികസന വിഷയങ്ങൾ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MLA വാട്ടർ അതോറിറ്റിക്കും ജലസേചന വകുപ്പിനും നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതാണ് ക്ഷേത്രയുടെ ഉന്നയിച്ചത്. ആ കാര്യത്തിലും നമുക്ക് തന്നെ തീരുമാനം ഉണ്ടാക്കാൻ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സിക്യൂട്ടീവ് ചെയർമാനെ വിളിച്ച് നമുക്ക് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നു. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലെ വന്യമൃഗശല്യം തടയുന്നതിനായി നടപ്പിലാക്കുന്ന ഹാങ്ങിംഗ് ഫെൻസിംഗ്, ട്രെഞ്ചിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. വന്യമൃഗശല്യം ഫലപ്രദമായി തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കണമെന്ന് വനംവകുപ്പിനോട് യോഗം ആവശ്യപ്പെട്ടു. PWDയും ദേശീയപാതാ വിഭാഗവും നടപ്പിലാക്കുന്ന റോഡ് അറ്റകുറ്റപ്പണികളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും പുരോഗതിയും യോഗം ചർച്ച ചെയ്തു. നിലവിൽ നടന്നുവരുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും നേരിമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ റോഡ് നിർമ്മാണവും വീതി കൂട്ടലും വേഗത്തിലാക്കുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് MLA നിർദ്ദേശം നൽകി. താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ചുണ്ടാകുന്ന വൈദ്യുതി തടസ്സം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി MLA ചൂണ്ടിക്കാട്ടി. ഭൂത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതിയുടെ പൂർത്തീകരണം വൈദ്യുതി വിതരണത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പോലീസ്, എക്സൈസ് വകുപ്പുകൾ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര, സൗമ്യ ശശി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർ സതീശൻ KS തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.